അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പഠിതാക്കളെ, നിങ്ങൾ ഓതി തരുമ്പോൾ സങ്കടം കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഈ ആ ഐ ഉ അതേപോലെ ആ ഐ ഉ ഈ അക്ഷരങ്ങളൊക്കെ മാറുന്നുണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആനാണ്. പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ നമുക്ക് അള്ളാഹു തന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഓതുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഓതണം. ഐന് ഹാവും അതേപോലെ ആ എന്നുള്ള ശബ്ദമൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് നിങ്ങളെ അപേക്ഷിക്കുകയാണ്. സങ്കടം തോന്നുകയാണ് കേൾക്കുമ്പോൾ, ഖുർആനോത്ത് കേൾക്കുമ്പോൾ. അത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. ഏതായിരുന്നാലും ഇത് നമുക്ക് 22ാമത്തെ പാഠാണ് എടുക്കാനുള്ളത്. ക്ലാസ്സാണ്. ഞാൻ ഓതിത്തരാം. പിന്നെ പറഞ്ഞു തന്ന തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് ഫജർ ആകുമ്പോൾ കുറച്ച് കൂടുതലുള്ള സൂറത്താണ്. അപ്പോൾ അത് പറഞ്ഞു തരുമ്പം കൂടുതൽ സമയമാകാതിരിക്കാൻ കുറച്ചെടുക്കുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ എടുക്കുക. ഈ സൂറത്തിൻ്റെ അവസാനം സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങൾ നമ്മൾ പഠിച്ചതിൽ ബാക്കിയുള്ളതും കൂടെ നമുക്ക് എടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പഠിക്കുന്ന ആളുകൾ, ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടണം. 9495080857. നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതിത്തരുന്നവരോട് പലവട്ടം ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, റഹ്മാനി എന്നാണ്, റഹ്മാനു എന്ന് ഓതരുത്. അത് ചെറുപ്പത്തിൽ അങ്ങനെ പഠിച്ച് ശീലിച്ചതാണ്. അത് മാറ്റാൻ കുറച്ച് പ്രയാസമൊന്നുമില്ല. അത് ഖുർആൻ ഓതുമ്പോൾ തെറ്റ് വരരുത്, എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് കൂലി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ഓതുമ്പോൾ തെറ്റ് വരില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൽ അശ്ർ വശഫഇ വൽ വത്ർ. കണ്ടോ, ഇവിടെ ഐ എന്നാണ്, വശഫഇ. ഇത് കണ്ടോ, ഈ ഐ എന്നുള്ളതാണിത്. ഇതാ അ സമി അ. ഇതാ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നത്. അലൈഹിം, അലൈഹിം എന്ന് പറയുമ്പോൾ ഇതാ അ, ഈ അ ഇത് ഇങ്ങനത്തെ ആ ആണ്. തുടക്കത്തിൽ ഇങ്ങനെയാണ് വരിക, അലൈഹിം ഫസ്റ്റ് ആകുമ്പോൾ, കൂട്ടി എഴുതുമ്പോൾ. സമി അ എന്ന് പറയുമ്പം ഈ അ ഉണ്ടോ, അ സമി അ. അൻ അമ ഉണ്ടോ, അൻ അമ അ. സെൻറ്ററിൽ വരുമ്പോൾ, നടുവിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക, അ. ആലമീൻ ഉണ്ടോ, അ ആലമീൻ. അൻഅംത അലൈഹിം. ഖുർആൻ പറഞ്ഞില്ലേ, ഇതാ ഈ അ ആ. അൻഅംത അലൈഹിം. ഇത് ആ എന്നുള്ളത് ആ എന്നും ആകരുത്, ഹ എന്നും ആകരുത് കേട്ടോ. നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ അലൈഹിം, സമിഅ, അൻഅമ, ആലമീൻ, അൻഅംത അലൈഹിം. കണ്ടോ, ഇവിടെയും ഒരു ആ വന്നിക്കണ്, അൻഅംത അലൈഹിം. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. കണ്ടോ, അലൈഹിം, സമിഅ, അൻഅമ, ആലമീൻ, ആ. അൻഅംത ആ, അലൈഹിം ആ. ഇത് ഫസ്റ്റിൽ വരുന്ന കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെയാണ് ആ വരിക. ഇത് ഇങ്ങനെയാണ് വരിക. അവസാനം ഇങ്ങനെ വരിക. മധ്യത്തിൽ ഇങ്ങനെയാണ് വരിക. തുടക്കം ചിലപ്പോൾ ഇങ്ങനെയും വരും.
നടുവിൽ ഇങ്ങനെ വരും. ഇതൊക്കെ ഒരേ ആ എന്നുള്ള ശബ്ദമാണ്. അത് ചിലയിടത്ത് ആ എന്നാകുക, ചിലയിടത്ത് ആ എന്നാകുക, ചിലയിടത്ത് ഹ എന്നാകുക, അങ്ങനെ ആകരുത്. അപ്പോൾ ആ ഈ ഉ ശരിക്ക് പഠിക്കണം. നോക്ക്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ ഉണ്ടോ? അശ്ർ വശഫ്ഇ വൽ വത്ർ വശഫ്ഇ ഉണ്ടോ? വല്ലൈലി ഇദാ യസ്ർ. ഇവിടെ 2 രൂപത്തിൽ ഓതാ എന്നാണ് പറയുന്നത്. വല്ലൈലി ഇദാ യസ്ർ അങ്ങനെ തെർക്കീക്കാക്കിയിട്ട് ഓതാ. റായിനെ തഫ്ഹീമാക്കിയിട്ട് മോദ. നമ്മൾ പഠിച്ചതൊക്കെ തഫ്ഹീമാക്കിയിട്ട് ഇക്കാരം. വല്ലൈലി ഇദാ യസ്ർ ഉണ്ടോ? വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ഇവിടെ തെർക്കീക്കാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. പൊതുവെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. അങ്ങനെ മോദാം. വല്ലൈലി ഇദാ യസ്ർ അങ്ങനെ മോദ. ഇത് ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചപ്പം അങ്ങനെ ഓതാ 2 രൂപത്തിൽ മോദ എന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ദാ ഞാൻ പറഞ്ഞ ആദിൻ ആദിൻ ഇതിനെ വഖഫ് ചെയ്യുമ്പോൾ ആദ് എന്നാ നിർത്തുക. ദാല് ഖുതുബ് ജദ്ദിൽപ്പെട്ട അക്ഷരമാണ്, കുറച്ച് ശക്തിയിൽ നിർത്തണം. ഇറമ ദാത്തിൽ ഇമാദ് ഉണ്ടോ? ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد. ഇതൊക്കെ വഖഫ് ചെയ്യുന്നത് അധികവും ഇവിടുന്ന് ആദ്, ഇമാദ്, ബിലാദ്, ബിൽവാദ്, ഔത്താദ് ഉണ്ടോ? ഇത് എന്ന് വഖഫ് ചെയ്യുമ്പോൾ, ദാലിനെ വഖഫ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ നിർത്തണം. ഒന്നുകൂടി നോക്കിക്കോളൂ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വതമൂദ അല്ലദീന ജാബുസ് സഖ്റ ബിൽവാദ് വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഇവിടെ തഗൗ ഇത് ഐനിന് പുള്ളിയിട്ടതാണ്. ഐനിന് പുള്ളിയിട്ടത് ഇതാ, ഒന്ന് ശ്രദ്ധിക്കൂ. ഇതാ ഈ ആ, ഇത് ആ എന്നാണ്. ഇതിന് പുള്ളിയിട്ടുമ്പോൾ ഓന്നായി. അതാണ് ഈ കാണിച്ചത്. അല്ലദീന തഗൗ ഫിൽ ബിലാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ് فأكثروا فيها الفساد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. അപ്പോൾ ഈ ദാലിൻ്റെ കട്ടിയിൽ നിർത്തണം.
സദ്ദുള്ള നൂന് ഇന്ന മണിക്കണം, അദാബിൻ എന്നുള്ളിടത്ത് അദാബ് എന്ന് പറയരുത്, പുള്ളിയുള്ള ദാലാണ് അദാബ്. ഇനി ഓതിത്തരണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഓതിത്തരുമ്പോൾ ശരിക്കും ഓതിത്തരണം. അള്ളാഹുവിൻ്റെ ഖുർആൻ എനിക്ക് പഠിക്കണം എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ ആർക്കും അള്ളാഹു എളുപ്പമാക്കി തരും. വൽ ഫജ്റു വലയാലിൽ അശ്റു വശ്ശഫഇ വൽ വത്റു വല്ലൈലി ഇദാ യസ്റു ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിത്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. ഇത്ര മതി ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് നാളെ എടുക്കാം. അതിന് ശേഷം തജ്വീദ് എടുക്കണം സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കുറച്ച് നാളെടുത്തിട്ട് ബാക്കി നമുക്ക് തജ്വീദ് എടുക്കാം. എടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അത് ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നുകൂടി ശ്രദ്ധിക്കുക. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശ്ശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ എന്നാണ് കേട്ടോ. ഞാൻ ഓതിയപ്പോൾ ഹിജ്ർ നായിക്കൂടെ സംശയമുണ്ട്. ഇവിടെ തെർക്കീക്കാണ്, ഹിജ്ർ എന്ന് ഓതാതെ ഹിജിർ എന്നാ കേട്ടോ. രാരീരു ഇർ ഹിജ്ർ. അപ്പോൾ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ, ഹിജ്ർ ഖസമുൽ ലിദീ ഹിജ്ർ അങ്ങനെ ആക്കണേ. ഹിജ്ർ എന്നയക്കണമെങ്കിൽ അത് ക്ഷമിക്കണം. ഇവിടെ ഖസമുൽ ലിദീ ഹിജ്ർ എന്നാക്കണം കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും.